അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വെച്ചിട്ട് ഇത് തോരൻ ഉണ്ടാക്കുന്നതാണ്. അതും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. നിങ്ങൾ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. അഥവാ തേങ്ങ ഇല്ലല്ലോ, തോരൻ വെക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ വെറുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക. അതിനാവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക എടുത്തിട്ട് ഉണ്ടാക്കുക. ക്ലീൻ ചെയ്തിട്ട് നല്ലോണം കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക ചെറുതായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായത് ഒരു ഒനിയനാണ്. അതും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ടിടുക. പിന്നെ വേണ്ടത് 2 പച്ചമുളക്. ഇത് കുറച്ച് കാരമുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുണ്ടായത്. അത് നല്ല നീളമായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. നിങ്ങളെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്തോ. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അതും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാനിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കടുകും കൂടി ഇട്ടിട്ട് അത് നല്ലോണം പൊട്ടുന്ന വരെ വെക്കുക. അത് മൊത്തം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് ആ ഒരു സ്മെല്ല് വരില്ലേ, ആ ഒരു സ്മെല്ല് വന്നതിന് ശേഷം നമ്മൾ ഈ വെണ്ടക്ക അതിലേക്ക് ആഡാക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. നല്ലോണം വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ പോർഷനിലായിട്ട് കുറച്ച് സ്പൈസ് ആക്കിയിട്ട് അതിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് നമ്മൾ എഗ്ഗും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ.